ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ കെ ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തില് മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തത് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗിന്റെ ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത്. ന്യൂമാഹി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് കെ ശൈലജ പറഞ്ഞെന്ന് മങ്ങാട് സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിൽ അസ്ലം പോസ്റ്റ് ഇട്ടിരുന്നു. സമൂഹത്തിൽ ലഹളയുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് പോസ്റ്റ് ഇട്ടത് എന്നാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നത്. റിപ്പോർട്ടർ അശ്വമേധത്തിൽ കെ ശൈലജ പറഞ്ഞ വാക്കുകൾ എഡിറ്റ് ചെയ്തതാണ് അസ്ലം പോസ്റ്റ് ചെയ്തത്. അസ്ലം തന്നെയാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. കെ ശൈലജ റിപ്പോർട്ടർ TVക്ക് നൽകിയ അഭിമുഖത്തിൽ വർഗീയ പരാമർശം നടത്തി എന്നായിരുന്നു വ്യാജ പ്രചരണം. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിക്കുന്ന അശ്വമേധം പരിപാടിയിൽ മുൻ ആരോഗ്യമന്ത്രി മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തി എന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയും സമ്മതത്തോടെയും പ്രോത്സാഹനത്തോടെയുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ നവമാധ്യമത്തിൽ ചില കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് തുടക്കം. ഇന്ന് രാവിലെ അശ്വമേധത്തിൽ എന്നോട് സംസാരിച്ച വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം അടർത്തിയെടുത്ത് ചിലർ വർഗീയ ചുവയോടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടുള്ള പ്രതികരണമാണ് ടീച്ചർ നടത്തിയത്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് കുറിപ്പ്. മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെയുണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണോ? ഈ ചോദ്യത്തെ വക്രീകരിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ആകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ് എന്നും തരംതാണ പ്രചരണമാണ് എന്നും കുറിപ്പിലുണ്ട്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഒരു ഫെയർ പ്ലേ ആകണം, വ്യാജ വാർത്തകളുടെ മറയിലാകരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. നന്ദി.